മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരുമെന്നാവർത്തിച്ചും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ. വി.ഡി. സതീശൻ മതേതര സോഷ്യലിസ്റ്റാണെന്നും എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നില്ലെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ റൌഡി എന്ന അതിരൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. അധിക്ഷേപത്തിന് മറുപടിയില്ലെന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. പാർട്ടിയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ശേഷമാണ് പ്രതികരണം എന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വികസന കോൺക്ലേവിലാണ് മണിശങ്കർ അയ്യർ കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചത്. പരാമർശം വിവാദമായതിനു പിന്നാലെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത്. Can you imagine what is the condition of a party which raises a rowdy like K.C. Venugopal to the level of the Sardar Patel to Rahul Gandhi? കേരളത്തിൽ പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകുമെന്ന് ആവർത്തിച്ച മണിശങ്കർ അയ്യർ ഇടയ്ക്ക് വി.ഡി. സതീശനെ പിന്തുണച്ചും സംസാരിച്ചു. Pinarayi is going to be the next chief minister because for the first time in the history of 75 years of Kerala, a government was not changed. മണിശങ്കർ അയ്യരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വ്യക്തിപരമെന്ന് പറഞ്ഞു തള്ളിയ കെ.സി. വേണുഗോപാൽ അധിക്ഷേപ പരാമർശങ്ങൾക്ക് മറുപടിയില്ലെന്നും പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അത് ഇന്നലെ AICC കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മണിശങ്കർ അയ്യർ പാർട്ടിയിൽ നിന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ല. കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇത് മുഴുവൻ കിട്ടാവുന്ന അധികാരവും എല്ലാ സംവിധാനം കിട്ടിയിട്ട് പിന്നെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് പുറത്തുപോയ ഒരാളാണ് അദ്ദേഹം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കുറച്ച് നാളായിട്ട്. AICCയുടെ ഔദ്യോഗിക വക്താവ് തന്നെ അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.